ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. എ.പി കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് ഭിന്നതയ്ക്ക് കാരണം. അതേസമയം ബി.ജെ.പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, പ്രതിപക്ഷ നിരയിലാണ്, ഇന്ത്യ മുന്നണിയിലാണ് ഭിന്നത ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ പ്രകടമാകുന്നത്. പുതിയ സാഹചര്യം എന്തൊക്കെയാണ്? ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് തർക്കം ഇന്ത്യ മുന്നണിക്കകത്ത് വലിയ തോതിൽ രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് ഈ തർക്കം ഹരിയാനയിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. 5 സീറ്റ് വരെ നൽകാം എന്ന നിലപാടിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ 9 or 10 സീറ്റ് ഏറ്റവും കുറഞ്ഞത് തങ്ങൾക്ക് വേണമെന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. ഇതേ തുടർന്ന് ഈ സീറ്റ് ചർച്ചകൾ ഉടക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയിൽ രൂപപ്പെട്ടു. ഒക്ടോബർ മാസം 5-ാം തീയതി ഒറ്റ ഫേസായാണ് 90-അംഗ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കണമെന്നും അതല്ലെങ്കിൽ ബി.ജെ.പിക്ക് എതിരെ മത്സരിക്കുമ്പോൾ സീറ്റുകൾ ആം ആദ്മിക്ക് നൽകുന്നത് നഷ്ടക്കച്ചവടമാകുമെന്നും ഇങ്ങനെ 2 അഭിപ്രായം കോൺഗ്രസിനകത്ത് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഹരിയാന PCCയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ നിലവിൽ ഈ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിൽക്കുന്നതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയുമായും ഇപ്പോൾ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.